ഹലോ എവരി വൺ, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് കേട്ടോ. എന്ന് കരുതി എനിക്ക് വേറെ യൂട്യൂബ് ചാനൽ ഇല്ല എന്നല്ല, എനിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു. ഞാൻ ആ ചാനൽ തുടങ്ങിയപ്പോൾ ചെയ്തൊരു തെറ്റാണ് എൻ്റെ പുതിയ ചാനലിൽ തുടങ്ങാനും എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കും കാരണം. ഞാൻ പഴയൊരു ചാനൽ എനിക്കുണ്ടായിരുന്നു, അതിപ്പോഴും ആക്റ്റീവാണ്. ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും അയച്ചു കൊടുത്തു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു, എല്ലാവരും ആദ്യത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തു, എല്ലാവരും കമൻറ്റ് ചെയ്തു, എല്ലാവരും ഷെയർ ചെയ്തു. പിന്നീട് വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ സ്റ്റാറ്റസ് ഇടുന്നു, എല്ലാം ചെയ്തു. ഇവിടെ പറ്റിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്തതും ആദ്യത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്തതും ഒക്കെ. പിന്നീട് ശരിക്കും കണ്ടൻറ് ഇവർക്ക് ഇഷ്ടമായിരുന്നോ? അവരുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണമെന്നില്ല അല്ലേ. നമ്മുടെ ഒരു നമ്മളോടുള്ളൊരു സ്നേഹമാണ് പലപ്പോഴും അവർ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചത്. പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് ഇതിടുമ്പോൾ ഇവർ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഇവർ യൂട്യൂബ് തുറക്കുമ്പോൾ ഇവർക്ക് ഇത് ആദ്യം കാണിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണും. പക്ഷേ ഇവർക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവരത് തുറക്കുക പോലും ഇല്ല. തുറന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് മാറ്റി ഒരു ലൈക്ക് പോലും ഇടാൻ ഇവർക്ക് പറ്റുകയില്ല. അത് അവരുടെ തെറ്റുമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൽഗരിതം പിന്നെ പുറകിലേക്ക് പോവുകയും നമ്മുടെ യൂട്യൂബ് താഴേക്ക് വരികയും ചെയ്യും. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഈ സ്റ്റാറ്റസ് ആയിരുന്നു ക്ലിക്ക് പോലും ആയിപ്പോയി. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് അറിയിക്കാത്ത ലിങ്ക് മാത്രം എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ചിലരെങ്കിലും എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി ക്ലിക്ക് ചെയ്തു. എന്നാലും വീഡിയോ 1 മിനിറ്റ് പോലും അവർ കാണത്തില്ല. പെട്ടെന്ന് നമ്മുടെ വീഡിയോ ആണ്, ഇതാണ് കണ്ടന്റ് എന്ന് അറിയുമ്പോൾ അവരങ്ങ് സ്കിപ്പാവും. അവരുടെയും തെറ്റല്ല, നമ്മുടെയും തെറ്റല്ല. അപ്പം അങ്ങനെ ഇന്നപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് പ്രശ്നം മനസ്സിലായത്. അപ്പം ഞാൻ ഓർത്ത ഒരു പുതിയ ചാനൽ തുടങ്ങാം, ന്യൂട്രലായിട്ടുള്ള ചാനൽ. നമ്മൾ തുടങ്ങുന്ന കണ്ടന്റ് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും കണ്ടന്റ് ഇടുമ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ആയതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും നമ്മളെ ഇഷ്ടപ്പെടും, അത് ലൈക്ക് ചെയ്യും, മുഴുവൻ കാണും. ഇതാണ് എൻ്റെ പ്രതീക്ഷ. ഈ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തെറ്റ് നിങ്ങളും ആവർത്തിച്ചിട്ടുണ്ടോ? ഇതല്ലാതെ മറ്റെന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടെത്തി തിരുത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് എനിക്ക് ഉപകാരപ്രദമാവും. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എൻ്റെ തോട്ട്സ്, എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നെപ്പറ്റി നിങ്ങൾക്ക് പിന്നീട് വിശദമായിട്ട് ഞാൻ പറയാം. ഞാൻ എൻ്റെ മുഖം ഇടത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ചാനൽ ഞാൻ ശ്രദ്ധിച്ചാണ്. ചിലരൊക്കെ ഞാൻ ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ഇപ്പം എന്നെ കാണാൻ എങ്ങനെ ഇരിക്കും, ഞാൻ വെളുത്തോ കറുത്തോ തടി വെച്ചോ മെലിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം ക്ലിക്ക് ചെയ്ത ആൾക്കാരുമുണ്ട്. അപ്പം നമ്മുടെ ഫേസും കാര്യങ്ങളിലൊന്നും കാര്യമില്ല. ഞാനിടുന്ന കണ്ടൻറ് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മുഴുവൻ വീഡിയോ കാണുക, നിങ്ങളുടെ സജഷൻസ് പറയാം. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കുണ്ടായ അബദ്ധങ്ങൾ, നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളൊക്കെ പറയാം. അപ്പോൾ മറ്റുള്ളവരും പുതിയ ചാനൽ തുടങ്ങുമ്പം അവർക്കത് ഹെൽപ്ഫുൾ ആകും. ചാനൽ തുടങ്ങാൻ ഒത്തിരി പേര് ആഗ്രഹിച്ചിരിപ്പുണ്ടല്ലേ. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും 1000 ആക്കണം. 1000 ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും. എന്താ കാര്യം? 1000 ആക്കാൻ വേണ്ടി നമ്മൾ ഒരു പരിചയമില്ലാത്തതുകൊണ്ട് എവിടെ പോയാലും എനിക്ക് ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതായിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ അവരുണ്ട് വീഡിയോ കാണുന്നു, അവർ നമ്മൾ പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലേ. അതുകൊണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമില്ല, ഒരു കാശ് പോലും കിട്ടിയില്ല. കാര്യം എന്താ? സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ, അവർ വാച്ച് ടൈമും കൂടെ നോക്കും അല്ലേ. അപ്പോൾ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാവുന്നവരെ എല്ലാം പിടിച്ച് സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച കാര്യം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ ഇതുപോലുള്ള കണ്ടൻറ്റ് മാത്രമല്ല കേട്ടോ, എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ, എനിക്കുണ്ടായ അമളികൾ, എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പച്ചയായിട്ട് തുറന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.